എല്ലാവർക്കും നമസ്കാരം. ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുകയും അത് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്തെന്ന് കരുതുന്നു ഞാൻ. അതുപോലെ തന്നെ എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നതിനൊപ്പം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് നോക്കാം. ഭരതനാട്യത്തിലുള്ള സംയുക്ത മുദ്രയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൊത്തം 24 മുദ്രകളാണ് ഉള്ളത്. അതിൽ നമുക്കൊരു 13 മുദ്ര നമുക്കിന്ന് പഠിക്കാം. ഓക്കെ. അഞ്ജലിശ്ച കബോധശ്ച കർക്കട സ്വസ്തി ഹസ്തദ ഡോളാഹസ്ത ഡോളാഹസ്ത പുഷ്പപുടഃ ഉത്സംഗ ഉത്സംഗ ശിവലിംഗകഃ കടകാവർത്തനശ്ചൈവ കർത്തരി സ്വസ്തി ഹസ്തദ കടകാവർത്തനശ്ചൈവ കർത്തരി സ്വസ്തി ഹസ്തദ ശഖടം ശംഖേ ചക്രേ ച. ഇത്രയും മുദ്രയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ. ഫസ്റ്റ് മുദ്ര അഞ്ജലി. ഇതുപോലെ നമ്മൾ കൈ കൂപ്പി പിടിക്കുന്നത്, അതാണ് അഞ്ജലി. അടുത്തത് കബോധം. അതൊന്ന് കുറച്ചൊന്ന് വികസിച്ച് പിടിപ്പിക്കണം. കണ്ടോ, ഇതാണ് കബോധം. അഞ്ജലി, കബോധം. കർക്കടം എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് വിരലുകളെല്ലാം ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. കർക്കടം. അപ്പോ അഞ്ജലി, കബോധം, കർക്കടം, സ്വസ്തിഹസ്തം. അതായത് നമ്മൾ പതാക മുദ്ര പഠിച്ചിട്ടില്ലേ, അതിങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ ഈ ഭാഗം ബെൻഡ് ചെയ്ത് ഇങ്ങനെ വെക്കണം. ക്രോസ് ചെയ്ത്. അപ്പൊ 4 മുദ്രയായിട്ടുണ്ടേ. ഒന്നുകൂടെ നോക്കാം. അഞ്ജലി, കബോധം, കർക്കടം, സ്വസ്തിഹസ്തം. അടുത്തത് ഡോളാഹസ്തം. ഡോളാഹസ്തം നമ്മൾ 2 രീതിയിൽ ചെയ്യും കേട്ടോ. അപ്പൊ 2 രീതിയിൽ നമുക്ക് പഠിക്കാം. ഡോളാഹസ്തം. ഫസ്റ്റ് ഡോളാഹസ്തം ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പതാക 2 കൈകളിലും പതാക മുദ്ര പിടിച്ച് മുന്നിലേക്ക് ഇങ്ങനെ ഇടും. അടുത്ത ഡോളം ഇങ്ങനെ സൈഡിലേക്ക് ഇടും. ഇതാണ് ഡോളം. ഒരു ഡോളം ഇങ്ങനെ, ഒരു ഡോളം ഇങ്ങനെ. അടുത്തത് പുഷ്പകൂടം. നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ, പൂക്കളോ എന്തെങ്കിലും വസ്തുക്കൾ നമ്മളിങ്ങനെ വാരി എടുക്കില്ലേ, അതാണ് പുഷ്പകൂടം. പുഷ്പകൂടം കണ്ടോ, പൂക്കൾ വാരി എടുക്കുക, പുഷ്പകൂടം. അടുത്തത് ഉത്സംഗം. ഈ മുദ്ര, അതും 2 എണ്ണം പിടിക്കും. ഫസ്റ്റ് ഉത്സംഗം ഷോൾഡറിൽ വെക്കും. അടുത്ത ഉത്സംഗം ജസ്റ്റ് കണ്ടോ, ഫസ്റ്റ് ഉത്സംഗം, രണ്ടാമത്തെ ഉത്സവം. ഓക്കെ. ശിവലിംഗം കണ്ടോ, പതാകയും ശിഖരവും പിടിച്ച് ശിവലിംഗം. അടുത്തത് കടകാവർത്തനം. കണ്ടോ, ക്രോസ് ചെയ്ത് 2ലും കടകാമുഖ മുദ്ര പിടിച്ച് ക്രോസ് ചെയ്തത് ഇതുപോലെ കടകാവർത്തനം. അതിനുശേഷം കർത്തരി മുഖ 2 കൈയിലും പിടിച്ചത് മുകളിലേക്ക് ഇങ്ങനെ പിടിക്കും. കണ്ടോ, കർത്തരി മുഖം. അപ്പം കടകാവർത്തനം കണ്ടോ. അപ്പം അതും 2 എണ്ണം ഉണ്ട് കേട്ടോ. കടകാവർത്തനം, കർത്തരി, സ്വസ്തിഹസ്തം. കണ്ടോ, ഫസ്റ്റ് കർത്തരി സ്വസ്തിഹസ്തം ഇതുപോലെയും രണ്ടാമത്തത് ഇതുപോലെയും. അടുത്തത് ശഖടം. ശഖടം രാക്ഷസമുദ്ര. അതായത് നമ്മളുടെ ഈ മുദ്ര പഠിച്ചിട്ടില്ലേ, ഭ്രമരി മുദ്ര, അത് വെച്ചത് ശഖടം. കണ്ടോ, ഇതാണ് ശഖടം. ശഖടം. അടുത്തത് ശംഖ്. ശംഖ് ഇതുപോലെ ഈ അർദ്ധചന്ദ്ര മുദ്ര പിടിച്ചിട്ട് അതിരുടെ ഇതുപോലെ ഇങ്ങനെ കറക്കി പിടിപ്പിക്കുന്നു. കണ്ടോ, ശംഖ്. ശംഖ് കേട്ടിട്ടില്ലേ, അതാണ് ശംഖ്. അടുത്തത് ചക്രം. കണ്ടോ, മുകളിലും ഈ മുദ്രയായിട്ട് ചക്രം. ഓക്കെ. അഞ്ജലിശ്ച കബോധശ്ച കർക്കട സ്വസ്തിഹസ്തദ ഡോളാഹസ്ത
ഡോളഹസ്ത പുഷ്പപുടഃ ഉത്സംക ഉത്സംക ശിവലിംഗകഃ കടകാവർത്തനശ്ചൈവ കർത്തരി സ്വസ്തിഹസ്തത കടകാവർത്തനശ്ചൈവ കർത്തരി സ്വസ്തിഹസ്തത ശഖടം ശംഖ് ചക്രേ ച. അപ്പോ 13 മുദ്രയായിട്ടുണ്ട്. എല്ലാരും ശ്രദ്ധിച്ച് അത് പഠിക്കുക. ഓക്കെ.